അങ്ങനെ അവനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് യാഷിന്റെ പുതിയ അവതാരം. രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നിശാ ക്ലബിന്റെ മുന്നിൽ കാറിൽ നിന്ന് ഇറങ്ങിയാണ് പൗരുഷത്തിന്റെ നായകൻ. ക്ലബിനകത്ത് നർത്തകി ഒറ്റക്കാലിൽ ഉന്മാദ നൃത്തം വയ്ക്കുമ്പോൾ കാറിന്റെ വാതിൽ ഒരാൾ തുറന്നു കൊടുക്കുന്നു. കാറിൽ നിന്ന് ഭൂമിയിലേക്ക് ചവിട്ടി ഉറപ്പിക്കുന്ന ബൂട്ട്. പിന്നെ ഒരു സ്റ്റൈലിഷ് വരവാണ്. വെളുത്ത സെമി ഫോർമൽ കോട്ടിൽ ഫെഡോറ ക്യാപ്പുമണിഞ്ഞ് അവൻ വരവായി. ചുണ്ടിൽ ചുരുട്ടുവെച്ച് ലൈറ്റർ കോട്ടിൽ ഉരച്ച് ചുരുട്ടിന് തീ കൊടുക്കുന്നു. വായുവിൽ പുകവൂതി വിട്ട് അവൻ ക്ലബിൻ്റെ ഉള്ളിലേക്ക്. പെണ്ണും പണവും മദ്യവും എല്ലാ ലഹരിയും വാരി വിതറിയിരിക്കുന്ന നിശാ ക്ലബിൻ്റെ ഒത്ത നടുവിലൂടെ അവൻ്റെ സ്ലോ മോഷൻ നടത്താം. പിന്നെ 2 നോട്ടങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ തീർത്തു തരാം എന്ന മട്ടിലൊരു നോട്ടം. പിന്നെ ആരെയോ തിരയുന്ന പോലെ ഒരു നോട്ടം. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ കുറച്ചു പേർ അവൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. വശീകരിക്കുന്ന നോട്ടവുമായി ഒരു നിശാസുന്ദരിയുടെ ശരീരത്തിൽ കരവിരുത് കാട്ടി അവളുടെ നെറ്റിയിലും മുടിയിലും മുഖത്തും ഷാമ്പീൻ ഒഴിക്കുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് വീണ്ടും അവൻ വന്നിരിക്കുന്നു. മുതിർന്നവർക്കുള്ള യക്ഷിക്കഥയിലെ നായകൻ. യാഷിൻ്റെ 39ാമത് ബർത്ത്ഡേയിലാണ് ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ടീസർ വന്നിരിക്കുന്നത്. ഈ ടീസറിൽ ഒറ്റ ഡയലോഗ് പോലുമില്ല. കഥാപാത്രത്തെക്കുറിച്ചോ കഥയെക്കുറിച്ചോ ഒരു സൂചന പോലുമില്ല. ഗീതു മോഹൻദാസ് ആണ് ടോക്സിക് എ ഫെയറി ടെയിൽ ഓഫ് ഗ്രോൺ-അപ്സ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. നിവിൻ പോളി നായകനായ മൂത്തോൻ എന്ന സിനിമ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തതാണ്. മലയാളത്തിൽ നിരവധി സിനിമകളിൽ ഗീതു മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട്. ടോക്സിക് എന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ലണ്ടനിൽ നിന്നുള്ള സംഗീത സംവിധായകനാണ്. ആക്ഷൻ ഡയറക്ടർ, ജോൺ വിക്ക്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ ഹോളിവുഡ് സിനിമകളിൽ പ്രവർത്തിച്ച ആളാണ്. ചിത്രത്തിലെ നായിക ആരാണെന്ന് അറിവായിട്ടില്ല. നയൻതാരയും കിയാര അദ്വാനിയുമാണെന്ന് പറയപ്പെടുന്നു. ഡ്രഗ് മാഫിയക്കെതിരെയുള്ള ചിത്രമാണ് ടോക്സിക്. മലയാളിയായ സുദീപ് നായരെ ടീസറിൽ കാണുന്നുണ്ട്. മയക്കുമരുന്ന് മാഫിയയുടെ പശ്ചാത്തലത്തിൽ യാഷ് വരുമ്പോൾ വീണ്ടും റോക്കി 5 ആവർത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.